ഇപ്പോൾ നോക്കാം, ഇവിടെ ഈ പ്രോബ്ലം നോക്കാം. എ ഫർണിച്ചർ മാനുഫാക്ചറർ മേക്ക് 2 പ്രൊഡക്ട്സ്, ചെയർസ് ആൻഡ് ടേബിൾസ്. ഫോർമുലേറ്റ് ആൻഡ് സോൾവ് LPP. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത ചില കേസിൽ നമുക്ക് ഇക്വേഷൻ തരും, ചില കേസിൽ നിങ്ങൾ ഇക്വേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പർട്ടിക്കുലർ പ്രോബ്ലം നിങ്ങൾ എങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യുക? നിങ്ങൾ ഇത് ആരെങ്കിലും ഒരാൾ ചാറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞത് ഏത് ടൈപ്പുള്ള പ്രോബ്ലം ആണ്? മാക്സിമൈസേഷൻ പ്രോബ്ലം ആണോ മിനിമൈസേഷൻ പ്രോബ്ലം ആണോ? പറയാൻ പറ്റും ആർക്കെങ്കിലും? 2 പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, ചെയറും ടേബിളും. ഓരോന്നിനും 20 രൂപ 40 രൂപയാണ് പ്രോഫിറ്റ്. അപ്പോൾ അതെങ്ങനെയാണ് ഇത് ഏത് ടൈപ്പ് പ്രോബ്ലം ആയിരിക്കും? മാക്സിമൈസേഷൻ പ്രോബ്ലം ആണോ മിനിമൈസേഷൻ പ്രോബ്ലം ആണോ? ഓക്കെ, മാക്സിമൈസേഷൻ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്. കാരണം നമുക്ക് പ്രോഫിറ്റ് ആണ് കൂട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതേണ്ടത്? അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 2 എണ്ണം എടുത്ത് നമുക്ക് എക്സ് പ്രൊഡക്റ്റ് ചെയർ നമ്മൾ എക്സ് കൊടുത്തു, വൈക്ക് നമ്മൾ വൈ കൊടുത്തു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ സെഡ് മാക്സ് എങ്ങനെ ചെയ്തത്? മാക്സിമൈസേഷനിൽ സെഡ് മാക്സ് ഈസ് ഈക്വൽ ടു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരിക്കും? ചെയറിന് 20 എക്സ് പ്ലസ് 40 വൈ. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്തത് എന്താണ്? ഇതാണ് നമ്മുടെ കൺസ്ട്രെയിൻസ്. എന്താണ് നമ്മുടെ മൂന്ന് തരത്തിലുള്ള സെക്ഷൻസ് അല്ലെങ്കിൽ 3 മെഷീൻ വേണമെങ്കിൽ കണക്ക് കൂട്ടാം. അതാണ് നമ്മുടെ കൺസ്ട്രെയിൻസ്. അപ്പം അങ്ങനെ ചെയ്താൽ കൺസ്ട്രെയിൻസ് ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ എക്സ് പ്ലസ് 4y ലെസ് ദാൻ ഈസ് ഈക്വൽ ടു 24. ഒന്നാമത്തെ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ. രണ്ടാമത്തെ എന്താണ്? 3x പ്ലസ് y ലെസ് ദാൻ ഈസ് ഈക്വൽ ടു 21. മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ്? എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഈസ് ഈക്വൽ ടു 8. എപ്പോൾ നോക്കി കഴിഞ്ഞാൽ 2 വേരിയബിളേ ഉള്ളൂ, എക്സും വൈ മാത്രമേ എല്ലായിടത്തും വേരിയബിൾ കാണുന്നുള്ളൂ. 3 വേരിയബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതി, ഇത് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ, ഇതാണ് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ എഴുതി. അടുത്ത നോൺ ആക്ടിവിറ്റി എന്താണ്? എക്സും വൈ ഗ്രേറ്റർ ദാൻ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനത്തെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഈ 3 ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുക, കൺസ്ട്രെയിൻസ് എഴുതുക, പിന്നെ എന്താണ് നമ്മുടെ നോൺ ആക്ടിവിറ്റി എഴുതുക. നേരത്തെ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 20x പ്ലസ് 4y നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. 20 പ്ലസ് 40y അത് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്, 20x പ്ലസ് 40y. ഇനി എന്താ ചെയ്യേണ്ടത്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു, കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. x പ്ലസ് 4y ലെസ് ദാൻ ഈസ് ഈക്വൽ 24, x പ്ലസ് 4y ലെസ് ദാൻ ഈക്വൽ 24, 3x പ്ലസ് 5 ലെസ് ദാൻ ഈക്വൽ 21, x പ്ലസ് 5 ലെസ് ദാൻ ഈക്വൽ ടു 8. അതുപടി നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? കൺസ്ട്രെയിൻറ്റ് ഇക്വേഷനെ എന്തായിട്ട് മാറ്റുക? ഈക്വൽ സൈൻ ആക്കിയിട്ട് നമ്മൾ മാറ്റി. ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടി x പ്ലസ് വൈ ഈക്വൽ ടു 24, x പ്ലസ് വൈ ഈക്വൽ 21, x പ്ലസ് വൈ ഈക്വൽ ടു 8. ഇങ്ങനെ ഒരു 3 ഈക്വൽ ടു സൈനായിട്ട് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓരോ ലൈനായിട്ട് ഓരോ കൺസ്ട്രെയിനും ഓരോ ലൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ x0 കൊടുത്തു കഴിഞ്ഞാൽ y ഈക്വൽ ടു 6 കിട്ടും. ഇതിൽ x0 കൊടുത്തു കഴിഞ്ഞാൽ y ഈക്വൽ ടു 6 കിട്ടും. ഇനി y0 കൊടുത്തു കഴിഞ്ഞാലോ x ഈക്വൽ ടു 24. അപ്പോൾ ഈ 2 പോയിന്റ് നമുക്ക് കിട്ടി. x0യും x ഉം 0യും 6ഉം എന്താണ്? ഇനി അടുത്തത് 24 0. ഈ 2 പോയിന്റ് വെച്ച് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഇനി അടുത്തത് എന്താണ്? സിമിലർലി പോയിന്റ് ടു ബി ഡ്രോൺ 3x പ്ലസ് വൈ ഈക്വൽ 21 ആർ 0 21. നമ്മൾ ഇതുപോലെ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ വൈക്ക് കിട്ടും, വൈക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് കിട്ടും. അപ്പോൾ 2 പോയിന്റ് കിട്ടി. അതുപോലെ തന്നെ മൂന്നാമത്തേലും നമ്മൾ ചെയ്യാം. നമുക്ക് 3 ലൈൻ നമുക്ക് വരയ്ക്കാം. അപ്പോൾ 3 ലൈൻ വരച്ചിരിക്കുന്നത് നമുക്ക് നെക്സ്റ്റ് കൂടെ കാണാം. അതാണ് നമ്മുടെ 3 ലൈൻ. ഇത് നമ്മുടെ ഒന്നാമത്തെ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ ഇത് കൊടുത്തിട്ടുണ്ടായിരിക്കും x പ്ലസ് 4y ഈക്വൽ ടു 2. ഇനി അതാണ് നമ്മുടെ എ ബി ലൈൻ. ഏതാണ് എ ബി ലൈൻ? എ ബി. ഇതാണ് ഒന്നാമത്തെ ലൈൻ, ഇത് എ ബി ലൈൻ. ഇനി 3x പ്ലസ് വൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സി ഡി കിട്ടും. സി ഡി എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സി ഡി ലൈൻ. ഇനി മൂന്നാമത്തെ ഇ എഫ്, ഇതാണ് നമ്മുടെ ഇ എഫ്, മൂന്നാമത്തെ ഇ എഫ് ലൈൻ. ഈ 3 ലൈനും വരച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ റീജിയൻ മാത്രം ഇത് കോമൺ ആയിട്ട് കിട്ടുന്നതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് വേണം? ഓരോ പോയിന്റിലും ഇതിനെ കോമൺ ആയിട്ട് പോയിന്റ് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, 2 3 4 അല്ലേ, 1 2 3 4 പോയിന്റ് ഉണ്ട് നമുക്ക് എന്താ കോമൺ റീജിയൻ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ. അത് കവർ ചെയ്യുന്ന 4 വെർട്ടിസസ്. ഇപ്പോൾ ഒ എ ജി എച്ച് പിന്നെ ഇവിടെ 0 0 അവിടെ വരുമ്പോൾ നമുക്ക് 5 വരും. ഇനി എന്താ ചെയ്യണത്? ഈ 5 പോയിന്റ് നമ്മുടെ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുക. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? സെറ്റ് 20x പ്ലസ് 4y നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുക്കുക. 0 0 ഇട്ട് കൊടുത്തപ്പോൾ സെറ്റ് 0 കിട്ടി. എ ഇട്ട് കൊടുത്തപ്പോൾ 0 6 ഇട്ട് കൊടുത്തപ്പോൾ 240 കിട്ടി. ജി ഇട്ട് കൊടുത്തപ്പോൾ 266.6 കിട്ടി. എച്ച് ഇട്ട് കൊടുത്തപ്പോൾ 190 കിട്ടി.
ഡി ഇട്ട് കൊടുത്തപ്പോൾ 140 കിട്ടി. ഓരോ പോയിന്റ് ഓരോ വെർട്ടീസ് ഇട്ട് കൊടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം കിട്ടിയത് ഏതാണ്? 266.6 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും 2.67ഉം y = 5.33 ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് നമുക്ക് ഒരിക്കലും എന്താണ് പകുതി കഷ്ണങ്ങളോ അങ്ങനെ ആക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 2 ഉള്ളത് 3 എടുക്കാം, y എന്നുള്ളത് 5 ആക്കി എടുക്കാം. അപ്പോൾ 2 ചെയറും 5 ചെയറും ടേബിൾ ആണെങ്കിൽ 2 ചെയറും 5 ടേബിളും ആണെങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് പ്രോഫിറ്റ് നമുക്ക് മാക്സിമൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൊന്ന് എങ്ങനെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് LPP സോൾവ് ചെയ്യേണ്ട കാര്യമാണ് മെയിനായിട്ട് നമ്മൾ പഠിച്ചത്. അതിലെങ്ങനെയാണ് കൺസ്ട്രെയിൻ ഫോം ചെയ്യേണ്ടത്, കൺസ്ട്രെയിൻ എങ്ങനെ ഇക്വേഷൻ ആക്കിയിട്ട് എഴുതണം, എങ്ങനെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം, അതിനുശേഷം നമ്മൾ എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതും നമ്മൾ പഠിച്ചു. പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടൈപ്പ് ഇതിൻ്റെ വരുന്ന നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ലീനിയർ പ്രോഗ്രാമിംഗിൽ വരുന്ന വേറൊരു മെത്തേഡാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലേക്ക് കിടക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇനി അറ്റൻഡൻസ് നമ്മൾ വിളിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ അറ്റൻഡൻസ് ഇതിൽ ടൈപ്പ് ചെയ്യുക.